ഹലോ ഗായ്സ്, നമ്മളിന്ന് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഇവിടെ ഉമ്മമാരെ വീട്ടിൽ നിന്ന് ചുറ്റാൻ വന്നതാണ് ഗായ്സ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് വയലാണ് ഗായ്സ് ഫുള്ള്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഗായ്സ് അങ്ങോട്ട് പോവാം. ഹലോ ഗായ്സ്, ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഗായ്സ് കാണുന്നത്. പുറത്തുചക്ക കണ്ടില്ലേ, വലിയ സൈസാണ്, കറുത്തിരിക്കുന്നു. നമുക്ക് അടക്കണമെന്നുണ്ടായിരുന്നു ഗായ്സ്. ഇത് ഇവിടെ ഇറങ്ങി അപ്പുറത്ത് പോയി അല്ല, ഇതിന്റെ ഇടയിൽ പാമ്പൊക്കെ ഉണ്ടെന്നാണ്. പാമ്പുണ്ടല്ലോ ഇവിടെ, പാമ്പൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് അവന്മാര് പറയണത്. അപ്പൊ നമുക്ക് വെറുതെ റിസ്ക് എടുക്കാം. എന്നാലും നിങ്ങൾക്ക് നമ്മൾ റിസ്ക് എടുക്കും. നമ്മൾ റിസ്ക് എടുത്ത് അപ്പുറത്ത് പോയി പോകുന്നതാണ്. കൊച്ചേർക്ക് നമ്മളവിടെ വിട്ടിട്ടാണ് ഗൈസ് വന്നത്. ഇവിടെ ഫുള്ള് ചെളി. ഇതാണ് പുറത്തുചക്ക നമ്മൾ പറഞ്ഞത്. കണ്ടില്ലേ ഗൈസ്, ഇതാണ് പുറത്തുചക്ക. മൊട്ടത്തലയും പുറത്തുചക്കയാണ്. തിരിച്ചു കയറാം. പാടാണ് ഗൈസ്. അപ്പൊ നമ്മൾ ഈ പൂർത്തിച്ചൊക്കെ അടക്കുന്നതാണ് ഗൈസ്. നമുക്കിനി കുറെ ഇങ്ങനത്തെ ഇതേപോലുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ചങ്ങോട്ട് അവിടെ നിന്ന് നല്ല സംഭവങ്ങൾ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. കുറെ സ്ഥലങ്ങളുണ്ട്, പിന്നെ അതേപോലെ തന്നെ തോടുണ്ട്, കാടുണ്ട്. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തൊന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഗൈസ്. കാലി വിടാൻ പോവാണ് ഗൈസ്. പയ്യെ പയ്യെ തണുത്ത ശുദ്ധമായ വെള്ളം. കറുത്ത കല്ല്, കറുത്ത നിറത്തിലുള്ള കല്യാണാണ് ഇവിടെ. കറുത്ത കല്ലാണ് ഗൈസ്. എന്താ ഇവിടെ ഫുള്ള് ഇതാണ്, നല്ല വെള്ളം കിടക്കുന്നു ഗൈസ്. അപ്പം ഇനി നമ്മൾ പോകാൻ പോണത് ഒരു വലിയ പ്രളയത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു കാടാണ്. ആദിവാരം ഇവിടെയാണ് പ്രളയത്തിൽ ഇടിഞ്ഞ സ്ഥലം. ഇതൊക്കെ അതിന്റെ ഭാഗമാണ് ഗൈസ്. അവിടെയാണ് ഇടിഞ്ഞത് ഗൈസ്. അവിടെയാണ്. നമുക്ക് അവിടെ ഒന്ന് പോവാം. അവിടെയൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ തോട്ടിലാണ് ഗൈസ്. നല്ല തണുപ്പുള്ള വെള്ളമാണ് ഇവിടെ. മീനൊക്കെ ഉണ്ട് ഗൈസ്, മീന്. കറുത്ത കല്ലുകളാണുള്ളത് ഇവിടെ. അവിടെ ഈ തോട്ടിലുള്ളതല്ലാണ് ഗൈസ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം ഗൈസ്. തീപ്പെട്ടി കിട്ടി ഗൈസ്, പക്ഷെ തീപ്പെട്ടിക്കകത്തൊന്നുമില്ല ഗൈസ്. ഞാൻ കേറിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ നമ്മൾ ഉറുമ്പുകളുടെ കൂട്ടമാണ് ഗൈസ്. ഇതെന്താ പാമ്പോ ഗൈസ്? കണ്ടെത്തോ കോഴി. ഈ തോടിന് എന്ന് നന്നാണ്. സ്ഥലത്തോട്ട് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. ഇവിടെ കണ്ട ഫുള്ള് കാടാണ് ഗൈസ്. കിട്ടി ഗൈസ്. വാഴക്കൂമ്പ് ഉണ്ടല്ലോ ഗൈസ്. എന്താ തേന്, നാടാ തേനാണോ? കൊള്ളാമോ? തേനില്ലെന്നാണ് അവന്മാര് പറയണത്. അപ്പൊ ഗൈസ് നമ്മൾ ഇത് ഇവിടെ ഉപേക്ഷിക്കുകയാണ് ഗൈസ്. നമ്മൾ ഇവിടെ വലിച്ചെറി
കണ്ടെത്തുന്നു ഗൈസ്. മുന്നോട്ട് പോവുകയാണ് ഗൈസ്. വീണ്ടും നമ്മൾ ഈ കാടിനകത്തൂടെ മുന്നോട്ട് പോവുകയാണ് ഗൈസ്. വയലൊക്കെ കാട് പിടിച്ച് കിടക്കുന്നു ഗൈസ്. ഫുള്ള് കാടാണ് ഗൈസ്, ഫുള്ള് കാട് എന്ന് വേണം പറയാൻ ഗൈസ്. ഇങ്ങനത്തെ തെങ്ങുകൾ നമ്മൾ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുള്ളൂ. വേര് അവിടെ എന്തോ മുരടിച്ച എന്താണ് ഉണ്ടാ ഗൈസ്, വേരാണ് വെച്ചത് കണ്ടല്ലോ. എന്നിട്ട് അത് നിക്കണോ ഗൈസ് തെങ്ങ്? ഇവിടെ വണ്ണം കുറവ്, ഇവിടെ വണ്ണം കൂടി. ഇവിടെ മുറിച്ച് വെച്ച പോലെ ഇരിക്കണല്ലേ ഇടേ. ഇനി അടുത്ത് വല്ല സ്ഥലം ഉണ്ടെങ്കിൽ നോക്കുന്നതാണ്. അടുത്ത സ്ഥലം ഉണ്ട്, ഇനിയുണ്ട് മാതിരിയാണ് ഇരിക്കുന്നത് ഗൈസ്. ഒരു പരുന്ത് ഗൈസ്, ഒരു ചെറിയ പരുന്ത്. നല്ലൊരു കാട് നോക്ക് ഗൈസ്, ഒരു പരുന്ത് കിടന്ന് കറങ്ങണി. നമ്മക്കേ കാണാൻ പറ്റൂ. വീഡിയോ ലൈക്ക് ചെയ്ത എല്ലാവർക്കും കൊള്ളാം. പിന്നെ ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ലൈക്ക്. ഹലോ ഗായ്സ്, നമ്മള് വെട്ടത്തൊക്കെ എടുത്ത് മറ്റേ പുറത്തുചക്ക വെട്ടാൻ പോവുകയാണ് ഗൈസ്. എല്ലാരും ഉണ്ട്. പുറത്തുചക്ക നമ്മളൊരു നിഗമനം. പിന്നെ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ആരൊക്കെ ഇറങ്ങണേ? കാണന്തോ ഗൈസ്, നമ്മൾ ഇറങ്ങുകയാണ്. നീ ഇറങ്ങോ? ഒറ്റയ്ക്ക് വെട്ടി എടുത്തോണ്ട് വരുമോ? എന്നാടാ വെട്ടി ഞാനും വരണോ? ഇവിടെ ഇറങ്ങാൻ നീ വെട്ട്, ഞാൻ ഇവിടെ ഇറങ്ങും. വെട്ട് വെട്ട്. ഇവിടെ വലിച്ച് കയറ്റടേറ്റ്.